കനിയൻ്റെ അവിടെ ഒന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ബോർഡയിൽ ഇത് കാണാനാണ് നമ്മൾ വന്നത്. ഭയങ്കര വിൻഡിയാണ്. ചെറിയാൻ കനിയോൺ എന്നാണ് എൻ്റെ പേര്. ചെറിയാൻ കനിയോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് അതിൻ്റെ വ്യൂ പോയിന്റ് ആണ്. കാനിയോണിലേക്ക് നമുക്ക് ഇറങ്ങണ്ടേ? In 400 meters, make a U-turn. ഇവിടെ വ്യൂ പോയിന്റിൽ നിർത്തണോ? നമുക്ക് ഇറങ്ങി പോയിട്ട് വന്നാലോ? നമുക്ക് അല്ല, ഇവിടെ നിന്ന് എടുത്തിട്ടാ പിന്നെ ഇവിടെ വന്നിട്ടോ? ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പോയപ്പോഴേ നമ്മൾ ചെയാൻ കെനിയൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങ് കാണുന്നതാണ് കെനിയൻ. അതിൻ്റെ അടുത്ത് പോകാം. അതിനിവിടെ ബൈക്കൊക്കെ ഉണ്ട്. നമുക്ക് സൈക്കിളൊക്കെ റെൻറ്റിനെടുത്ത് വേണമെങ്കിൽ പോകാം. പ്രകൃതിയുടെ ഒരു നാച്ചുറൽ പ്രതിഭാസമാണ്. എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയില്ല. വരെ നടന്നു പോകാം. നടന്നു പോയ ഒരു 20 മിനിറ്റ് അടുത്തായിരിക്കും. ഇതാണ് ചെയാൻ കനിയോൺ. കനിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഭൂമിയുടെ ഒരു ഗർത്തം പോലെയുള്ള തോടുകൾ നാച്ചുറലായിട്ടുണ്ടായതാണ്. ചിലപ്പോൾ വോൾക്കാനോയുടെ ഇറക്ഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വോൾക്കാനോ ഉണ്ടോ അതൊക്കെ ആയിരിക്കും. പലതിനും പല റീസണാണ്. ചിലപ്പോൾ വെള്ളം ഒഴുകി ഇങ്ങനെയാവാം. ഇതിൻ്റെ അത്തോടെ ബസ് സർവീസ് ഉണ്ട്. നമ്മളിതേ താഴെ റോഡുണ്ട്. ആ റോഡിൻ്റെ കുറേ ബസ്സുണ്ട്. അതിന് 500 ടങ്ക കൊടുക്കണം. അങ്ങനെ കസാക്കിസ്ഥാനിലെ കെനിയോൺ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഈ കെനിയോൻ്റെ പേര് ചെയാൻ കെനിയോൺ എന്നാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. നമുക്കിങ്ങനെ ഇറങ്ങി പോകട്ടോ താഴത്തോട്ട്. സ്റ്റെപ്പ് പണിത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബസ് റൂട്ടും ഉണ്ട്. നമ്മൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 500 ടങ്ക കൊടുക്കുവാണെങ്കിൽ ഈ ചെയാൻ കനിയനിൽ കൂടെ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് പോയി കാണാം. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയുള്ളൂ. ക്യാമറയിൽ എന്തോരം ആണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കസാക്കിസ്ഥാനിലെ ചാരിയൻ കാനിയോൺ എന്ന വളരെ പ്രശസ്തവും അതിഗംഭീരവുമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് നമ്മുടെ അഡ്വഞ്ചറസ് യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയോൺ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയുള്ള കസാക്കിസ്ഥാനിലെ ഒരു കാനിയോണാണിത്.
അപ്പോൾ നമ്മൾ കാനിയോണിൻ്റെ അടിഭാഗത്തിലൂടെ ഒരു ബസ് റൈഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബസ് റൈഡ് എന്ന് പറയുമ്പോഴും ഇത് പഴയ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ ഒരു മിലിറ്ററി വാഹനം ആണ്. അതിൻ്റെ പിന്നിൽ വളരെ ഓപ്പൺ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു 4 പേർക്ക് ആ സൈഡിലേക്കും 4 പേർക്ക് ഇടത് സൈഡിലേക്കും തിരിഞ്ഞിരിക്കാവുന്ന 8 ചെയറുകൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലും 4 സീറ്റ് ക്യാബിനകത്തും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ബേസിക്കലി ഒരു മിനി ലോറിയാണിത്. അതിനെയാണ് ഒരു ഷട്ടിൽ ബസ് എന്നുള്ള നിലയിൽ ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ യാത്ര അതിഗംഭീരമാണ്, ഒരു വലിയ ദൃശ്യാനുഭവമാണ്. അപ്പോൾ കാനിയോണെക്കുറിച്ച് അധികം വിശദീകരിച്ച് ഞാൻ അതിൻ്റെ ഒരു ഭംഗി കളയുന്നില്ല. ഈ വീഡിയോ എല്ലാവരുടെയും കാഴ്ചയ്ക്കായി സമർപ്പിക്കുന്നു. ഇവിടെ ചീവീട് ഉണ്ടല്ലോ. ഇതിന് വെള്ളം ഒഴുകി ഉണ്ടാവണതാണോ? ശരി, വെള്ളം ഒഴുകി ഉണ്ടാവണതാണോ? അതോ ഇവിടെ നിർത്തിയിട്ട് 2-3 പോയിട്ടുണ്ടെന്നാണ്. ഇവിടെ നിർക്കുമായിരിക്കും. എങ്ങനെയാണോ ലിയോസേ? ഇത് വെള്ളം ഒഴുകി ഉണ്ടാവണതാണോ അതോ വോൾക്കാനോയോ? ഇല്ല, ഇത് വെള്ളം ഒഴുകി ഉണ്ടാകുന്നു. വെള്ളം ഒഴുകി മാത്രമൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ അത് വോൾക്കാനോയ്ക്കും എർത്തുകയ്ക്കിനും എല്ലാത്തിനും ഒരേപോലെ റോളുകളുണ്ട്. ഇത് പല പല റീസൺ ഉണ്ടാവും ഇത് വന്നതിന്. ഭൂമി കുലുക്കമായിരിക്കാം, അല്ലെങ്കിൽ വോൾക്കാനോ ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴുകി കുറച്ച്, ഇങ്ങനെ എല്ലാ റീസണും കൂടെ ഒരു മിക്സ് ആയിരിക്കും, ഒന്ന് മാത്രമായിരിക്കില്ല. ഒരു റീസൺ മാത്രമായിരിക്കില്ല ഇതിങ്ങനെ ഉണ്ടായതിന്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു റിവർ, ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് ഈ റിവർ വന്നത് എന്നുള്ളത് ഒരു അത്ഭുതമാണ്. നല്ല സൂപ്പർ റിവർ ഇത് കണ്ടോ. അതും ഒരു എന്നാ പറയണ ഒരു ഗ്രീനിഷ് കളറുള്ള നദി. ഇത് എവിടെ നിന്നാണ് വന്നതെന്നൊരു ഐഡിയ ഇല്ല. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സൈറ്റാണ്. നല്ല ഭംഗിയുണ്ടാവും ഫോട്ടോ എടുത്താൽ. നല്ല പ്രൊഫഷണൽ ക്യാമറയൊക്കെ ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ നല്ല രസമായിരിക്കും. ഞങ്ങൾ ഇതിൽ എക്സ്പീരിയൻസിന് വേണ്ടി തിരിച്ച് ഇതിൻ്റെ അകത്തോടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ നേരം നടക്കണം, 1/4 മണിക്കൂർ നടക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. നടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളാണ് മൊത്തം കാണുന്നത്. ഇങ്ങനെയുള്ള കണ്ണിനെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടില്ലേ റിവർ ഒഴുകണേ. അപ്പോൾ അതൊരു റീസൺ ആയിരിക്കും ഇങ്ങനെയുള്ള
ചെറിയ തോടുകൾ ഇതിലൊക്കെ റിവർ ഒഴുകിയോ വെള്ളം ഒഴുകിയുണ്ടായതായിരിക്കും. ഇങ്ങനെ അതിൻ്റെ തോടെ നടപ്പാത പോലെ റോഡ് പോലെ ഉണ്ട്. ഇപ്പോൾ വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് മഴ പെയ്ത് ചിലപ്പോൾ ഈ വാലി ഉണ്ടായതായിരിക്കും. ഈ വാലി ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും 500 ടങ്കേ വെച്ച് കൊടുക്കണം. നമ്മൾ അങ്ങോട്ട് വണ്ടിക്ക് പോയി അതിന് 500 ടങ്കേ, ഇങ്ങോട്ട് വന്നെങ്കിൽ കുറച്ച് പേര് വണ്ടിക്ക് വന്നു. നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നടന്നു വന്നു വരുവാണ്, അതിന് 500 ടങ്കേ. My Indian bro. No. Akash. Мой bro Akash. Akash. Kazakh. Salam alaikum. സലാം അലൈക്കും. Alaikum salam bro. Very good. Metkhun bro. Metkhun. Very good. It's HD? HD? How much for the video? Huh? How much? 4,000. How many minutes? നടന്ന് വെളിയിൽ കയറി വന്നേ, നടന്ന് വെളിയിൽ കയറി വന്നു, മടുത്തുപോയി. 40 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങ് എവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്, ആ വാലിയിൽ കൂടെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഇനി അതെടുത്തിട്ട് വേണം പോവാൻ. അങ്ങോട്ട് അങ്ങോട്ട് ആണ് കൊൽസായിലേക്ക് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു നമ്മൾ. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി കിർഗിസ്ഥാൻ്റെ ബോർഡർ കടക്കാൻ പോവുകയാണ്. അതിനുള്ള ഓൺ ദ വേ ആണ്. അതിഗംഭീരമായ കാഴ്ചകളാണ് മുമ്പിൽ ഇതുപോലത്തെ കാഴ്ചകളാണ്. ഇനി ഒരു 2-3 മണിക്കൂർ ഇതുപോലത്തെ റോഡിൽ കൂടെയാണ് പോകേണ്ടത്. അതായത് വീടുകളൊന്നും ഇല്ലാണ്ട് വിജനമായി കിടക്കുന്ന പുലിമേടുകളും പിന്നെ ഇങ്ങനത്തെ മലനിരകളും ഉള്ളു, ഡ്രൈ ആയിട്ടുള്ള മലനിരകൾ. ഇത് അങ്ങേറ്റത്ത് കാണുന്ന മലയില്ലേ, അവിടെ ഇങ്ങോട്ട് വരുന്തോറും ഇങ്ങനെ തണുപ്പ് കൂടി കാണുക. ഇത്ര നേരം ചൂടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് തണുപ്പാണ്. നമ്മൾ ബോർഡർ എത്തുമ്പോഴത്തേനും നല്ല തണുപ്പാവും. ഒരു 16-15 ഡിഗ്രി തൊട്ടൊക്കെ വരും. അങ്ങനത്തെ ഏരിയ വഴിയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഈ പോകുന്ന മൊത്തം. ചെറിയ കുന്നുകളും മലനിരകൾ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നല്ല ക്യാമറയാണ്, പ്രൊഫഷണൽ ക്യാമറ ആണ്. ഈ കാഴ്ച നമുക്ക് ഫോട്ടോ എടുത്ത് പിടിക്കാൻ പറ്റില്ല.